മക്കയിൽ നിന്നും മദീനയിലെത്തിയ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടനയുണ്ടാക്കി. അവിടെ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല, അവിടെ ജൂതന്മാരും ക്രൈസ്തവരും ഉണ്ടായിരുന്നു. അവിടെ ഇസ്ലാമിന് വേണ്ടി മാത്രമുള്ള ഒരു ഭരണഘടന അല്ല പ്രവാചകൻ ഉണ്ടാക്കിയത്. അവിടെ ജൂതന്മാർക്കും ഇസ്ലാമിനും ക്രൈസ്തവർക്കും സ്വന്തമായ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന, എല്ലാവരെയും നിലനിർത്തുന്ന ഒരു ഭരണഘടനയായിരുന്നു. അല്ലേ? 622 അല്ലേ ആ ഭരണഘടന ഉണ്ടാക്കിയത്? അതിനേക്കാൾ വലിയ മോഡലായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയാണുള്ളത്? ഒരു വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എല്ലാവരും അവരവരുടെ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ വിശ്വാസങ്ങളിൽ അവർ മുമ്പോട്ട് പോകട്ടെ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോ ലോകത്ത് യുദ്ധം നടക്കുകയാണ്. ഗാസയിൽ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുകയാണ്. ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചു പരിപാടി. കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുകയാണ്. എന്താ പ്രവാചകൻ പറഞ്ഞത്? യുദ്ധത്തിന് നീതി ഉണ്ടാകണം, യുദ്ധത്തിന് നീതി ഉണ്ടാകണം, യുദ്ധനീതി ഉണ്ടാകണം. സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, വൃദ്ധരായ ആളുകളെ, രോഗികളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒരിക്കലും ആക്രമിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുദ്ധനീതി, യുദ്ധനീതിയാണ്. ഇന്ന് യുദ്ധനീതിയില്ല. ഇന്ന് യുദ്ധത്തിൽ കുഞ്ഞുങ്ങളെയാണ് ടാർഗറ്റ്. ഗാസയിൽ മുഴുവൻ കൊല്ലുന്നത് കുഞ്ഞുങ്ങളെയാണ്.